ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേവ് ദ ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലത്തെ സേവ് ദ ഡേറ്റിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഈ കാർഡുകൾ വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. അതായത് ഈ എഡിറ്റ് ചെയ്ത് വെച്ചതിൽ നമുക്ക് 2 വീഡിയോ ഉണ്ടാക്കാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ചെക്കിൻ്റെ വീട്ടുകാരതും പെണ്ണിൻ്റെ വീട്ടുകാരതും നമ്മൾ തന്നെയാണ് സേവ് ദ ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സെയിം തീമിലാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് വർക്കാണ്. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അവർ ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് അധികം ഓർഡർ കിട്ടാറുള്ളത്. ചുരുക്കം ചിലർ മാത്രമാണ് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാം. എല്ലാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തത് തന്നെയാണ്. പക്ഷെ അതിൽ നിങ്ങൾ അവർ സെലക്ട് ചെയ്യും നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വർക്ക് വരാറുള്ളത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പോൾ ഫ്രെയിമായാലും സേവ് ദ ഡേറ്റ് ആയാലും നിങ്ങൾ ബിഗിനേഴ്സ് ആയിരിക്കും ഇതൊക്കെ അധികം കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം തുടക്കമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഓരോ സേവ് ദ ഡേറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഒരു 4-5 എണ്ണമൊക്കെ ചെയ്ത് വെക്കുക. അതിൽ നല്ലത് നിങ്ങൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാറ്റസായി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർഡർ കിട്ടുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ അധികം ചോദിക്കുക മോഡൽ ഏതാണെന്ന് ചോദിക്കുക ആദ്യം നമ്മളോട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് മോഡൽ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 വർക്കെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ വർക്ക് ആരുതാണ് എന്താണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് പേരും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കുക. ഇപ്പോൾ ഫ്രെയിമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമും അതുപോലെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ ഹസ്ബൻഡിനോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളെ പാരൻസിന് ആർക്കെങ്കിലും ബർത്ത്ഡേ ടൈമിലോ അല്ലെങ്കിൽ ആനിവേഴ്സറി ടൈമിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു സന്തോഷമാവും. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ അല്ല ഫ്രെയിം ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇടാം, സ്റ്റോറി ഇടാം. പിന്നെ അതുപോലെ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് മോഡൽ അയച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ബിഗിനേഴ്സ് എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അധികം അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചാനൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അതവിടെ നിൽക്കട്ടെ. ഞാനങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഞാനിതിന് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഈ സേവ് ദ ഡേറ്റ് ഈ കാർഡുകൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്രിക്ക് വാൾപേപ്പർ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജേണൽ ബുക്ക്, അതായത് വിൻറ്റേജ് ജേണൽ ബുക്ക്, പിന്നെ അതൊക്കെ ഞാൻ ലാസ്റ്റ് എവിടെ നിന്നാണ് മേടിച്ചത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും ഞാൻ അവിടെ എവിടെയെങ്കിലും മെൻഷൻ കൊടുക്കാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനൊരു ഉഡായിപ്പ് പരിപാടി കാട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്കിതിന് നഖത്തുമ്മ ബ്ലാക്ക് തന്നെ ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ളതൊരു ഓറഞ്ച് കളറാണ്. അതായത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് നമ്മൾ നഖത്തുമ്മ മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നല്ല കറുപ്പ് കളറാണ്, അല്ലെങ്കിൽ നല്ല ചുവപ്പ് കളറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കണ ചില വീഡിയോസുകളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള മൈലാഞ്ചി ഇടാനുള്ള മടി കൊണ്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇതിനെന്തായാലും ബ്ലാക്ക് തന്നെ ഇടണം എന്ന് കരുതിയിട്ട് ഉഡായിപ്പ് പരിപാടി കാട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളവിരലും ചൂണ്ടാവിരലും മാത്രം ഞാൻ ഇട്ട്, മറ്റേമ്പോൾ പിന്നെ കുറച്ച് ഇതിങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ് ബ്ലാക്ക് തന്നെ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കൈമ മാത്രം ഇട്ട്, ഇങ്ങനെ പെന്ന് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ കാണുമല്ലോ, 2 കൈ മാത്രം കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ 2 കൈമ മാത്രം ഇട്ട്. പിന്നെ നമ്മൾ ആ പെന്ന് പിടിക്കുമ്പോൾ താഴെ മറ്റേ വിരലുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആകെ ബോറായി. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആൻഡ് ഇട്ട സമയത്ത് മോളും ഉണ്ടായിരുന്നു, അവളെ കയ്യമ്മ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോയിൽ അധികം അവളുടെ കൈകളാണ് കേട്ടോ. അവളും തന്നെ ഒരു കൈമല ഇട്ടിട്ടുള്ളൂ, മറ്റേ കൈമല ഇട്ടുകാണ്ട് അപ്പം തന്നെ ഊരിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വല്ലാതെ ആയിട്ടില്ല. അങ്ങനെയൊക്കെ ഏതായാലും കുഴപ്പമില്ലാതെ നല്ല വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, എങ്ങനെ പിടിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവൾക്ക് കൂടുതൽ അറിയില്ലല്ലോ. അപ്പോൾ അവൾക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചുമരിൽ വെച്ചിട്ടുള്ളത് വൈറ്റ് ബ്രിക്ക് വാൾപേപ്പറാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ആ ഒരു കർട്ടൺ ടൈപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ക്ലോത്ത് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങനെ ഞൊറിയായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജേണൽ ബുക്ക്, വിൻറ്റേജ് ജേണൽ ഡയറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വുഡ് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് ഞാൻ മേടിച്ചതല്ല കേട്ടോ, അങ്ങനെ ഓൺലൈനായിട്ടും എങ്ങനെയായിട്ട് മേടിച്ചതല്ല, അത് വീട്ടിൽ അങ്ങനെ ഉള്ളതായിരുന്നു.
കുറേ കാലമായിട്ട് ഇക്കാൻ്റെ വീട്ടിൽ അങ്ങനെ ഉള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വുഡ് സ്ലൈസ് അതൊക്കെ മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ ക്യാൻഡിൽ, ആ കുഞ്ഞു ക്യാൻഡിൽ അത് ഇക്ക കൊണ്ടുവന്നതാണ്. ഇനി ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതായത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എത്രയാണ് എവിടെ നിന്നാന്നൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വിൻറ്റേജ് ജേണൽ ഡയറി, ഇതിൻ്റെ ക്യാഷ് വന്നിട്ട് 597 രൂപയാണ്. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിൻറ്റേജ് കളറിൽ കുറച്ച് ഐറ്റംസ് കളേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബുക്കായിരുന്നു കേട്ടോ. അത് ഒരു കേടും കൂടാതെ ഒരു കീറിയിട്ടും പാറിയിട്ടൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബ്രിക്ക് വാൾപേപ്പറാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 269, ഇത് ആമസോൺ അല്ല ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആമസോണിൽ ഉണ്ടാവും, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ബ്രിക്ക് വാൾപേപ്പറിന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് 269 രൂപയാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഫ്ലിപ്കാർട്ടിലായാലും ആമസോൺ, പിന്നെ അതുപോലെ തന്നെ മീഷോ, ഇതിലൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇത് നമ്മൾ പുകയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ദിയ എന്ന് പറയും ഇതിന്. നമ്മൾ ലൈറ്റൊക്കെ കത്തിക്കുന്ന അങ്ങനത്തേനും ദിയ എന്നൊക്കെ പറയും. ഓക്കെ, അതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനധികം പുകയ്ക്കാൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഞാനിങ്ങനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആ ഒരു ഇത് വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടിയുള്ള ആ സാധനം വെച്ച് കൊടുക്കുകയുള്ളൂ. ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നിങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ കൂടുതൽ പേര് ചോദിച്ച ഒരു സംഭവമാണ് ഈ പേന കേട്ടോ. അപ്പോൾ ഇത് നോർമൽ പേനയാണോ, സേതുനെറ്റ് മാത്രം യൂസ് ചെയ്യുന്ന പേനയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ മേടിച്ചാണ്. നമുക്ക് വീഡിയോയിലൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചാണ്. നമ്മൾ സാധാ പെന്നാണ് കേട്ടോ, ബ്ലൂ കളറിലുള്ള പെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പോയി മേടിക്കാം. 139, 140 തോന്നുന്നു അതിന്. അപ്പോൾ അത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ 2 വീഡിയോ ആണ് നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് എടുക്കാനുള്ളത്. പക്ഷേ ഒരേ തീമിലായതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പിന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ കാർഡും നമുക്ക് ഇപ്പോൾ സേവ് ദ ഡേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സേവ് ദ ഡേറ്റ് എന്നുള്ള കാർഡ് നമുക്ക് വേണ്ട, ഡേറ്റിൻ്റെ കാർഡ് വേണ്ട, ബാക്കിയുള്ളതൊക്കെ വേണം. പിന്നെ കപ്പിൾസിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ സെപ്പറേറ്റ് അങ്ങനെ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ നമ്മുടെ ഐ ഡി വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ ഇതുപോലെ മുകളിൽ കൊടുത്തിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതേപോലെ അതിൻ്റെ വേറെ ഒരു ഓഫ് വൈറ്റ് കളറാണ് താഴെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്തത് ഞാൻ കത്രിക യൂസ് ചെയ്തിട്ടല്ല കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാർഡുകൾ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചി കീറുക എന്നൊക്കെ പറയില്ല, അങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കീറി എടുത്താണ് ഒരു വേറെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എഴുതുന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ആ 30 സെക്കൻഡിലുള്ള ക്ലിപ്പുകൾ മാത്രമല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കുക. കുറേ ഷോട്ടുകൾ നമ്മൾക്ക് എടുക്കേണ്ടി വരും. അതിലേതാണ് ഭംഗിയുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ടുള്ളത് വേറെ ഒരു ക്ലിപ്പായതുകൊണ്ട് അത് ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ എഴുതും. ഈ 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത്ര സിമ്പിൾ പണിയാണ്, ക്യാഷ് അത്യാവശ്യം നല്ലോണം കൊടുക്കും വേണം, അങ്ങനെയൊക്കെ ചിലർക്കൊരു വിചാരമുണ്ട്. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഈ സേവ് ദ ഡേറ്റിന് കൊടുക്കണം. ഫ്രെയിമിന് അത്ര നമുക്ക് എഡിറ്റ് ചെയ്യണ ഒരു പണിയുള്ളൂ. പക്ഷേ സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നതൊക്കെ ഇതൊക്കെ ഞാൻ ആ വീഡിയോക്ക് വേണ്ടി എടുത്ത ഓരോ വീഡിയോ ക്ലിപ്പുകളാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല. കാരണം നമുക്കപ്പോൾ എന്തൊക്കെ വീഡിയോ എടുക്കാൻ തോന്നുന്നത് വെച്ചാൽ അതൊക്കെ ഞാൻ മാക്സിമം എടുക്കും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഒഴിവാക്കണം തോന്നുമ്പോൾ അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2 വീഡിയോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്നാണ്. പക്ഷേ പലയിടത്തും ഈ പെണ്ണിൻ്റെ വീഡിയോയുടെ എൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. പക്ഷേ ചെക്കൻ്റെ വീഡിയോയുടെ
എൻഡിങ് എന്ന് പറയുന്നത് വേറൊരു തീമിലാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, രണ്ടും ഒരേപോലെ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാലും മാക്സിമം ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ, ടാറ്റാ.